മാളയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ മാള പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആർ രാജേഷിന്റെ ആത്മഹത്യാ വാർത്ത എത്തിയത്. കൊല്ലം ശൂരനാട് സ്വദേശിയാണ് രാജേഷ്. പോലീസുകാർക്കിടയിൽ മാത്രമല്ല ആത്മഹത്യാ നിരക്കിൽ പുരുഷന്മാർക്കിടയിൽ വർധന എന്ന വിവരാവകാശ കണക്കും ഞെട്ടിക്കുന്നതാണ്. മാള പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആർ രാജേഷിന്റെ മരണം ഇന്ന് രാവിലെ പോലീസുകാരെയും നാട്ടുകാരെയും ഞെട്ടിച്ച സംഭവമായി മാറി. കൊല്ലം ശൂരനാട് സ്വദേശിയായ രാജേഷിനെ മാളയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന്റെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ സംസ്ഥാനത്തെ ആത്മഹത്യാ നിരക്കുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകൾ പുറത്തുവന്നതോടെ വിഷയം കൂടുതൽ ഗൗരവം നേടി. 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്ത് 36,212 പേർ ആത്മഹത്യ ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 21,476 പുരുഷന്മാരും 5,585 സ്ത്രീകളും 595 കുട്ടികളുമാണ് ഉൾപ്പെടുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള കണക്കുകൾ പൂർണ്ണമായി ലഭ്യമല്ലാത്തതിനാൽ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലായിരിക്കാമെന്ന ആശങ്കയും ഉയരുന്നു. സാമ്പത്തിക പ്രതിസന്ധി, കുടുംബ പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം, മാനസിക സമ്മർദ്ദം, അന്ധവിശ്വാസങ്ങൾ കൂടാതെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അതിരുകടന്ന ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയാണ് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. ആത്മഹത്യാ കേസുകളുടെ വർധന തടയാൻ അടിയന്തര ബോധവൽക്കരണ ക്യാമ്പയിനുകളും മാനസികാരോഗ്യ പിന്തുണാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തണമെന്ന് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. 485 പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് വിവരാവകാശ അപേക്ഷ നൽകിയതെങ്കിലും 365 സ്റ്റേഷനുകളിൽ നിന്നാണ് കണക്കുകൾ ലഭിച്ചത്. 120 സ്റ്റേഷനുകളിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകാത്തതിനാൽ സമഗ്രമായ കണക്ക് ഇപ്പോഴും പൂർണ്ണമല്ല. ഇവിടങ്ങളിൽ നിന്നുള്ള ഡാറ്റ കൂടി ലഭിച്ചാൽ മൊത്തം ആത്മഹത്യാ നിരക്ക് കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. മീഡിയ ടൈം, മാള.